വല്ലച്ചിറ ഇളങ്കുന്നിൽ നിന്ന് അനധികൃതമായി ഖനനം ചെയ്ത വസ്തുക്കളുമായി എത്തിയ ടിപ്പർ ലോറിക്ക് മുന്നിൽ പ്രതിഷേധം. ഇളങ്കുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ടിപ്പർ ലോറി തടഞ്ഞായിരുന്നു പ്രതിഷേധം. നിങ്ങളുടെ കൈവശം ഇത് ട്രാൻസിറ്റ് പാസ് ഉൾപ്പെടെ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ രേഖയുണ്ടോ ഈ രേഖയെല്ലാം എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വരാം. ഇന്ന് പണിയില്ല, മനസ്സിലായോ? ഇന്ന് പണിയില്ല, വണ്ടി മൊത്തം തിരിക്കുക, രേഖ നിങ്ങൾ കൊണ്ടുവരാം. നിങ്ങളുടെ കൈവശവും സെയിം പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തായാലും അതിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ടാവും. രേഖകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വരാം. ഇന്ന് വണ്ടി മൊത്തം തിരിക്കാം. ഇന്ന് വണ്ടിയില്ല, ഇന്ന് ഇവിടെ വേറെ ധർണയില്ല, വേറൊരു സാധനം. ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം. ഇളംകുന്നിൽ നിന്ന് അനധികൃതമായി ഖനനം ചെയ്ത വസ്തുക്കളുമായി വന്ന ടിപ്പർ ലോറി ഇളംകുന്ന് സംരക്ഷണ സമിതി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളും നാട്ടുകാരും ചേർന്ന് തടയുകയായിരുന്നു. 2022 മുതൽ വല്ലച്ചിറ വില്ലേജിന്റെയും പഞ്ചായത്തിന്റെയും സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇളംകുന്നിൽ അനധികൃത ഖനനം നടത്തിയെടുത്ത വസ്തുക്കൾ കടത്താനുള്ള ശ്രമം നടക്കുന്നത്. 2024 സ്റ്റോപ്പ് മെമ്മോ ലഭിച്ചതിന്റെ പേരിൽ വല്ലച്ചിറ വില്ലേജ് ഓഫീസറും സംഘവും ചേർന്ന് ടിപ്പർ ലോറി, JCB എന്നിവ പിടികൂടി ചേർപ്പ് പോലീസിന് കൈമാറിയിരുന്നതാണ്. ഇളംകുന്നിൽ ഖനനത്തിനെതിരെ കഴിഞ്ഞ ദിവസം വല്ലച്ചിറ പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ച് ചൊവ്വാഴ്ച രാവിലെ അനധികൃതമായി ഖനനം ചെയ്ത വസ്തുക്കൾ ടിപ്പർ ലോറിയിൽ കടത്താൻ ശ്രമം നടന്നത്. ഇളംകുന്ന് സംരക്ഷണ സമിതി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികളായ സെബി പിടിയത്ത്, രാജേന്ദ്രൻ മാലിപ്പറമ്പിൽ, സുധീഷ് അപ്പോഴത്ത്, വർഗീസ് മേച്ചേരിപ്പിടി, വിൽസൺ പുത്തൻപുര എന്നിവർക്കൊപ്പം നാട്ടുകാരും ചേർന്നാണ് ടിപ്പർ ലോറി തടഞ്ഞ് പ്രതിഷേധിച്ചത്. വിവരമറിഞ്ഞ വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ, വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് എന്നിവർ സ്ഥലത്തെത്തി. തുടർന്ന് ചേർപ്പ് പോലീസിനെ വിളിച്ചു വരുത്തി. സ്ഥലത്തെത്തിയ പോലീസിന്റെ നിർദ്ദേശപ്രകാരം ടിപ്പർ ലോറിയിലുണ്ടായിരുന്ന വസ്തുക്കളെല്ലാം ഇളംകുന്നിൽ അനധികൃത ഖനനം നടത്തിയ അതേ സ്ഥലത്തു തന്നെ നിക്ഷേപിക്കുകയായിരുന്നു.